ഞാൻ ആ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ വായിച്ചു കേൾപ്പിക്കാം. 37 അധ്യായം 30 മുതലുള്ള വാക്യങ്ങൾ. അവൻ തൻ്റെ ഉടുപ്പ് വലിച്ചു കീറി സഹോദരന്മാരുടെ അടുത്തു ചെന്ന് വിലപിച്ചു, കുട്ടിയെ കാണാനില്ല, ഞാനിനി എവിടെ പോകും? അവർ ഒരാടിനെ കൊന്ന് ജോസഫിൻ്റെ കുപ്പായമെടുത്ത് അതിൻ്റെ രക്തത്തിൽ മുക്കി കൈ നീളമുള്ള ആ നീണ്ട കുപ്പായം തങ്ങളുടെ പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നിട്ട് അവർ പറഞ്ഞു, ഈ കുപ്പായം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഇത് അങ്ങയുടെ മകൻ്റെ ആണോ അല്ലയോ എന്ന് നോക്കുക. 33 വാക്യം. അവൻ അത് തിരിച്ചറിഞ്ഞു. അവൻ പറഞ്ഞു, ഇതെൻ്റെ മകൻ്റെ കുപ്പായമാണ്. ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നു. ജോസഫിനെ അത് കടിച്ചു കീറി കാണും. യാക്കോബ് അപ്പൻ തൻ്റെ സ്വന്തം വസ്ത്രം വലിച്ചു കീറി ചാക്കുടുത്ത് വളരെ നാൾ തൻ്റെ മകനെക്കുറിച്ച് വിലപിച്ചു. ആദ്യം വായിച്ച വാക്യം യേശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചില്ലേ? നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. അതേ വിലാപം എന്ന വാക്ക് ജോസഫിൻ്റെ അപ്പൻ്റെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് വിലപിച്ചു. കുറേ നാളിരുന്ന് ഈ മനുഷ്യൻ ഈ വസ്ത്രം കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞു. ജോസഫ് ആരെ ഓർത്താണോ ഈ അപ്പൻ ദൈവസന്നിധിയിൽ വിലപിച്ചത്, കരഞ്ഞത്, അത് വെറുതെ ആയില്ല. ആരെ ഓർത്താണോ ദൈവസന്നിധി? എന്നിട്ട് ഈ അപ്പം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ എൻ്റെ മകനെ കാണാൻ പാതാളത്തിലേക്ക് പോകും, ഞാൻ അവനെ അവിടെ വെച്ച് കണ്ടുമുട്ടും, ഇനി എനിക്ക് ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സങ്കടം കൊണ്ട് വല്ലാതെ വിഷമിക്കുന്ന ഒരു അപ്പനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതേലും ഒരു വിഷയത്തെ ഇതുപോലെ ഈ ജോസഫിൻ്റെ അപ്പൻ കരഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ കരയുന്ന ഒരാളാണോ, ആ വിഷയത്തിൽ നിങ്ങൾ സന്തോഷിക്കാൻ ഇടവരും നാളെ ഒരു സമയത്ത്. കാരണം നിങ്ങൾ എന്തിനെ ഓർത്താണോ ഇന്ന് കരയുന്നത്, ദൈവസന്നിധിയിൽ കരയുന്നത്, അത് ദൈവം കേട്ട് കരുണ കാണിക്കും. യെശയ്യാ പ്രവാചകൻ പറഞ്ഞില്ലേ, നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് നിന്നോട് സഹതാപം കാണിക്കുമെന്നല്ല, നിന്നോട് കരുണ കാണിക്കുമെന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഈ 12-ാമത്തെ ദിവസം ദൈവം നിങ്ങളോട് വലിയൊരു കരുണ കാണിക്കുന്ന ദിവസമാകട്ടെ. ഈ അപ്പൻ ഇതുപോലെ ഇരുന്ന് കരഞ്ഞു. അടുത്ത വാക്യം 35 വാക്യം. അവൻ്റെ പുത്രന്മാരോ പുത്രിമാരും അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു, എന്നാൽ അവർക്ക് സാധിച്ചില്ല. നിങ്ങൾ ഓർക്കും, ഒരാളുടെ മനുഷ്യൻ്റെ ദുഃഖം, ആ അപ്പൻ്റെ മക്കൾ എല്ലാവരും കൂടെ വന്ന് സാരയില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടും ഈ അപ്പനെ ആശ്വസിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല. അത്ര ഭീകരമായൊരു ദുഃഖത്തിലിരുന്ന് കരഞ്ഞു. ഇനി എന്നെ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. ഈ അപ്പൻ ദൈവസന്നിധിയിൽ വിലപിച്ചത് തൻ്റെ ഒരു മകനെ ഓർത്താണ്. നിങ്ങൾക്ക് ഞാൻ ഇനി പ്രസംഗിക്കാതെ തന്നെ അറിയാം, ആ മകൻ നഷ്ടപ്പെട്ടു പോയോ? ആ മകൻ പട്ടുപോയോ? ആ മകൻ എവിടെയെങ്കിലും പെട്ടുപോയോ? എവിടെയും പെട്ടുപോയില്ല, എവിടെയും പട്ടുപോയില്ല, എവിടെയും നശിച്ചു പോയില്ല. ഈ അപ്പൻ ഇത്രയും ദൈവസന്നിധിയിൽ, ഞാൻ ആ കരച്ചിലിനെ കാണുന്നത് ഒരു ഭക്തൻ ദൈവസന്നിധി ആ ഒരു വിശ്വാസത്തിൻ്റെ കണ്ണിൽ പറയാം, ആ ഒരു ദൈവസന്നിധിയിൽ ഇരുന്നുള്ള ഒരു കരച്ചിലായിട്ട് അതിനെ കാണുകയാണ്. ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയായിട്ട് അതിനെ കാണുകയാണ്. ഒരു മനുഷ്യൻ്റെ നിലവിളി. അതായത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, കാട്ടിലെ മൃഗങ്ങൾക്ക് ഏതിനാണ് ഏറ്റവും കൂടുതൽ ശക്തി എന്ന് ചോദിച്ചാൽ സിംഹത്തിനോ ആനയ്ക്കോ അല്ലെന്നാണ് പറയുന്നത്. പിന്നെയോ മുറിവേറ്റ മൃഗത്തിനാണ്. മുറിവേറ്റിട്ട് അത് വീണു പോകാത്ത, നല്ല ശരീരത്തിന് നല്ല മുറിവുള്ള മൃഗത്തിന് 3 ഇരട്ടി ശക്തിയായിരിക്കും, 4 ഇരട്ടി ശക്തിയായിരിക്കും എന്നാണ് പറയുന്നത്. മുറിവേറ്റ മൃഗം എപ്പോഴും അപകടകാരിയാണ്. അങ്ങനെയെങ്കിൽ ഒരു ഭക്തൻ പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവത്തോട് ബന്ധമുള്ളൊരു ഭക്തൻ പറയുകയാണ്, മനസ്സിൽ മുറിവുള്ളവൻ്റെ പ്രാർത്ഥനയും സ്വർഗത്തിൽ 1000 ഇരട്ടി ശക്തിയാണ്. മുറിവേറ്റ മൃഗത്തിന് 3-4 ഇരട്ടിയെ ശക്തിയുള്ളെങ്കിൽ മുറിവേറ്റ മനസ്സിൽ നിന്ന് ഉയരുന്ന വിലാപസ്വരത്തിന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ 1000 ഇരട്ടി ശക്തിയാണ്. നിങ്ങളും മനസ്സുകൊണ്ട് വിഷമിക്കുന്നവരാണോ, വേദനിക്കുന്നവരാണോ? നിങ്ങളും ഈ അപ്പനെ പോലെ, ഈ ഒരു പിതാവിനെ പോലെ പലരും ആശ്വസിപ്പിക്കാൻ നോക്കി, പലരും സാരമില്ലെന്ന് പറഞ്ഞു, പലരും ശരിയാകും, സാരമില്ല, റെഡിയാകും, നിങ്ങൾ വിഷമിക്കാതെ എന്ന് പറഞ്ഞിട്ടും നിങ്ങളുടെ വിഷമങ്ങളൊന്നും മാറാത്തൊരു നിലയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങൾക്കൊട്ടും കുറവ് വരാത്ത രീതിയിൽ നിങ്ങൾ അത്രമേൽ സങ്കടത്തിലിരിക്കുന്ന ഒരാളാണോ, വിഷമത്തിലിരിക്കുന്ന ഒരാളാണോ? നിങ്ങൾ ഇന്ന് ദൈവസന്നിധിയിൽ വിലപിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, കരയുന്ന വിഷയത്തെ ഓർത്ത് നിങ്ങൾ ഒരിക്കൽ സന്തോഷിക്കാൻ ഇടവരും. നിങ്ങൾക്കിപ്പോൾ നഷ്ടപ്പെട്ടത്, ഇപ്പോൾ ഈ അപ്പന് നഷ്ടപ്പെട്ടത് മകനെ ഓർത്ത, ജോസഫിനെ ഓർത്താണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണ്?
നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, ചിലർ പറയും എനിക്കെൻ്റെ ജീവിതമാണ് നഷ്ടപ്പെട്ടത്. എങ്കിൽ നിങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ അല്ല കരയേണ്ടത്, ദൈവസന്നിധിയിലേക്ക് വാ. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ കയറ്. നിങ്ങളോടുള്ള ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ നഷ്ടപ്പെട്ട ജീവിതത്തെ കൊടുത്ത് കരയുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? നിങ്ങളുടെ മക്കളെയാണോ? നിങ്ങളുടെ ജീവിത പങ്കാളിയാണോ? നിങ്ങളുടെ സ്വപ്നങ്ങളാണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്? ഈ അപ്പന് നഷ്ടപ്പെട്ടത് മകനാണ്. അപ്പോഴാ മകന് വേണ്ടിയുള്ള ആ ഒരു വിലാപമാണ് ഇവിടെ അനുഗ്രഹമായി മാറാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു, ഒരു കണ്ണുനീരിൽ കണ്ണുനീരിൽ വിരിഞ്ഞൊരു പൂക്കൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. ജോസഫ് തീർന്നുവെന്ന് പറഞ്ഞ സ്ഥലമാണ്, പക്ഷേ ആ മകൻ തീരുകയല്ല ചെയ്തത്. ആ കണ്ണുനീരിൽ വളർന്ന് ഈജിപ്തിലത് ഒരു വലിയ പുഷ്പമായി അതങ്ങ് വിരിഞ്ഞ് ഒരു രാജാവായി, ഒരു ഭരണാധികാരിയായി ഈ മനുഷ്യൻ മാറി. കണ്ണുനീരിൽ വിരിഞ്ഞൊരു പുഷ്പമാണ് ഈ കണ്ണുനീര്. ഈജിപ്തിലൊരു പുഷ്പമായത് വിരിഞ്ഞൊരു പൂവായത് വിരിഞ്ഞ്. ശ്രദ്ധിച്ചു കേട്ടേ, ഈ അപ്പൻ തൻ്റെ നഷ്ടപ്പെട്ടു പോയ മകനെ ഓർത്ത് കരഞ്ഞതുപോലെ നിങ്ങളും ഈ ശാലോൺ ടിവിയിലൂടെ ദൈവത്തിൻ്റെ വചനമല്ലേ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനമാണല്ലോ നിങ്ങൾ കേൾക്കുന്നത്. എൻ്റെ കഥയോ എൻ്റെ ഒരു എക്സ്പീരിയൻസോ ഞാൻ വായിച്ച പുസ്തകത്തിലെ കഥയോ അല്ല പറയുന്നത്. നിങ്ങളുടെ തന്നെ വേദപുസ്തകത്തിലും ബൈബിളിലുമുള്ള അതേ കാര്യമാണ് ഞാൻ ഇപ്പോൾ പ്രസംഗിക്കുന്നത്. ഞാൻ എന്തെങ്കിലും കൂടുതൽ വാക്കുകളൊന്നും പറഞ്ഞിട്ടില്ല. ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ കുറച്ചുകൂടെ വാക്കുകൾ കൂടുതലായിട്ട് ഒന്ന് വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യനിരുന്ന് ഇങ്ങനെ അങ്ങ് കരയുകയാണ്. വല്ലാതിരുന്ന് കരയുമ്പോൾ അത് നഷ്ടമായില്ല എന്ന് വ്യക്തമാണ്. അതൊരിക്കലും പരാജയപ്പെട്ടില്ല. അതായത് നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എന്തിനു ഓർത്താണോ കരഞ്ഞത് അത് നിങ്ങൾക്കൊരിക്കലും നഷ്ടപ്പെടില്ല. അതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. നിങ്ങൾ എന്തിനു ഓർത്ത് കരയുന്ന ആളാണേലും നഷ്ടപ്പെട്ട. ചിലർ പറയും എൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ ആ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് ശപിച്ചും ഭ്രാന്തനെ പോലെ നാടുനീളെ നടക്കരുത്. നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് വാ. ദൈവസന്നിധിയിലിരുന്ന് ഇതുപോലെ ഒന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുക. ഇനി നിങ്ങൾക്ക് 45-ാമത്തെ അധ്യായം എടുത്തു വായിക്കുമ്പോൾ 45-ാമത്തെ അധ്യായം എത്തുമ്പോഴത്തേക്കും ജോസഫ് തകർന്ന് തരിപ്പണമായി എന്നല്ല എഴുതിയിട്ടുള്ളത്. ആരെ ഓർത്താണോ ഈ അപ്പൻ കരഞ്ഞത് ആ മനുഷ്യൻ തകർന്നൊന്നുമല്ല. ആരെ ഓർത്താണോ കരഞ്ഞത് ആ വ്യക്തി അനുഗ്രഹമുള്ളൊരു നിലയിൽ എത്തിക്കഴിഞ്ഞു. അത്ഭുതമായി മാറി. ഒരിക്കലും ഒരു മനുഷ്യന് സ്വപ്നം കാണാൻ പറ്റാത്തൊരു സ്ഥലത്ത് ഈ മനുഷ്യനെത്തി. കണ്ണുനീരിൽ അത്ഭുതകരമായ ഉത്തരവുണ്ട്. കണ്ണുനീരിന് പ്രതിഫലമുണ്ട്. ആരെ ഓർത്താണോ ഈ അപ്പൻ കരഞ്ഞത് അവനെ ഓർത്ത് പിന്നീട് 1000 ഇരട്ടി സന്തോഷിക്കാൻ ഇടവന്നു. 1000 ഇരട്ടി സന്തോഷിക്കാൻ ഇടവന്നു. ഇതിനുശേഷം ഭയങ്കരമായൊരു സംഭവമുണ്ട്. ഈ ജോസഫ് ഈ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഒരൊറ്റ കരച്ചിൽ കരഞ്ഞ് കൊട്ടാരത്തിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാർ വരെ ജോസഫ് എന്തിനാ ഇങ്ങനെ ഒച്ചത്തിൽ കരയുന്നതെന്ന് അറിയാൻ വേണ്ടി അയൽവാസികൾ ഓടിക്കൂടി. എന്താ ഇവിടുന്ന് ഒത്തിരി കരച്ചിൽ കേട്ടല്ലോ. അത് ജോസഫ് എപ്പോഴാണ് കരഞ്ഞെന്നറിയാമോ? കുഴിയിൽ കിടന്നുകൊണ്ടല്ല. ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു കുഴിയിൽ നിന്ന് പിടിച്ചു കയറ്റി ഒരു ഭരണാധികാരിയുടെ ഒരു ഇരിപ്പിടത്തിൽ ഒരു കസേരയിൽ ഇരുത്തിയപ്പോൾ ആ ഒരു സന്തോഷം കൊണ്ട് ജോസഫ് പൊട്ടിക്കരഞ്ഞുപോയി. തൊട്ടടുത്തുള്ള കൊട്ടാരത്തിലുള്ള അകത്തെ മുറികളിൽ പോലും ജോസഫിൻ്റെ കരച്ചിൽ കേട്ടുവത്രേ. അപ്പോൾ അവർ ഓടി വന്നു, എന്താണോ ഇത്രയും ഒച്ചത്തിൽ കരയാൻ കാരണമെന്ന്. ഈ 45-ാം അധ്യായം വായിക്കുമ്പോൾ അത് പിടികിട്ടും. 45-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. തൻ്റെ അടുത്തു നിന്നിരുന്ന ഈജിപ്തുകാരുടെ എല്ലാ മുമ്പിൽ വികാരമടക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല. അവരെയെല്ലാം പുറത്താക്കാൻ അവൻ ആജ്ഞാപിച്ചു. അതിനാൽ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മറ്റാരും അടുത്തുണ്ടായിരുന്നില്ല. അവൻ ഉറക്ക കരഞ്ഞു. ഈജിപ്തുകാരും ഫറവോയുടെ വീട്ടുകാരും അത് കേട്ടു. അവിടെ ഉള്ളവരല്ല, എവിടെ ഈജിപ്തുകാരും ഫറവോയുടെ വീട്ടുകാരും, അവരുടെ വീടുകളും കൊട്ടാരമൊക്കെ അപ്പുറത്താണ്. അവർ പോലും കേട്ടു ഈ കരച്ചിലിൻ്റെ ഒച്ച. എന്തിനാ ഇത് കരഞ്ഞെന്നറിയാമോ? ഇത് വസ്ത്രം ഊരി പൊട്ടക്കിണറ്റി കിടത്തപ്പം ജോസഫ് കരഞ്ഞപ്പം ഇത്രയും കരഞ്ഞില്ല. ഇത് സന്തോഷം കൊണ്ട് കരഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കണ്ണുനീര് അപ്പൻ്റെ കണ്ണുനീര് നോക്കൂ, അത് ഏത് നിലയിലാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിയെന്ന്. നിങ്ങളെ ആരെ ഓർത്താണോ എന്തിനെ ഓർത്താണോ ഇന്ന് ദൈവസന്നിധിയിൽ വിലപിക്കുന്നത് കരയുന്നത്, അതൊരു അത്ഭുതമായി മാറും. നിങ്ങളൊരു നിയോഗം ശാലോം ടി വിയിലേക്കൊക്കെ എഴുതി കൊടുത്ത് ഞങ്ങളുടെ ഈ നിയോഗത്തിന് വേണ്ടിയായി 33 ദിവസം പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. നിയോഗത്തോടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടാകും. നിങ്ങളുടെ കണ്ണുനീരിന് അതിശയിപ്പിക്കുന്ന പ്രതിഫലമുണ്ട്.
നിങ്ങളുടെ കണ്ണുനീരിന് അത്ഭുതപ്പെടുത്തുന്ന ഉത്തരമുണ്ട്, അതിശയിപ്പിക്കുന്ന പ്രതിഫലമുണ്ട്. അത് മറക്കരുത്. ജോസഫ് എവിടെ എത്തി? ജോസഫ് മരിച്ചുപോയപ്പോൾ അപ്പം മരിച്ചുപോയി എന്ന് സഹോദരന്മാർ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഞാൻ അവനെ പാതാളത്തിൽ പോയി കാണുമെന്ന്. 45-ാം അധ്യായത്തിൽ വായിച്ചു നിൽക്കുമ്പം ആരെ ഓർത്താണോ കരഞ്ഞത്, അവനെ പാതാളത്തിൽ വച്ചല്ല കണ്ടത്, അവനെ ഭരണാധികാരിയുടെ കസേരയിലിരിക്കുന്ന ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു നിലയിലാണ് കണ്ടത്. അപ്പോഴാണ് ഈ അപ്പൻ അത്ഭുതപ്പെട്ടത്. അപ്പോൾ ഈ ജോസഫ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ വിറ്റതോർത്തോ, എനിക്കിങ്ങനെ സംഭവിച്ചോർത്തോ വിഷമിക്കേണ്ട, ദൈവമാണ് എന്നെ ഇങ്ങോട്ട് നയിച്ചത്, ദൈവമാണ് ഇങ്ങനെ നയിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യമാണ്, ഈ 12-ാമത്തെ ദിവസം നിങ്ങളുടെ കണ്ണുനീരിന് ദൈവസന്നിധിയിൽ വിലപിക്കുന്ന വിലാപങ്ങൾക്ക് അതിശയിപ്പിക്കുന്ന പ്രതിഫലമുണ്ട്. അതിശയിപ്പിക്കുന്ന പ്രതിഫലം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പറഞ്ഞില്ലേ, നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. ഈ കരുണ കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ദൈവം കരുണ കാണിക്കും. അങ്ങനെയെങ്കിൽ ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം ഒരു കരുണ വെളിപ്പെടുത്തട്ടെ, അത്ഭുതങ്ങളെ ദൈവം വെളിപ്പെടുത്തട്ടെ, അടയാളങ്ങൾ ദൈവം സംഭവിക്കട്ടെ, നിങ്ങളുടെ കാര്യങ്ങളിൽ ദൈവം ഇടപെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ വിലാപസ്വരം കേട്ട് സഹതാപം കാണിക്കുമെന്നല്ല, നിങ്ങളുടെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കുമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. ജോസഫിൻ്റെ പിതാവ് ദൈവസന്നിധിയിൽ വിലപിച്ചു. അതിനെ ഞാനൊരു പ്രാർത്ഥനയായിട്ടാണ് കാണുന്നത്. ആ കരച്ചിലിനെ കേവലം ഒരു കണ്ണുനീരോ കരച്ചിലോ ആയിട്ടല്ല, ദൈവസന്നിധിയിൽ കരഞ്ഞൊരു കരച്ചിലായിട്ട് അതിനെ കാണുന്നു. ആ കരച്ചിൽ കൊണ്ട് ആരെ ഓർത്താണോ ഈ പിതാവ് കരഞ്ഞത്, ആരെ ഓർത്താണോ വിലപിച്ചത്, ആ മനുഷ്യൻ എവിടെയും നശിച്ചു പോയില്ല, പട്ടുപോയില്ല, പെട്ടുപോയില്ല. അവൻ വളരുകയാണ് ചെയ്തത്. വളർന്ന് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി ദൈവം അവനെ അങ്ങ് എത്തിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ആരെ ഓർത്താണോ കരഞ്ഞത്, പിന്നീട് അതിശയിപ്പിക്കുന്ന നിലയിലെത്തി. നിങ്ങൾ ഇന്ന് എന്തിനെ ഓർത്താണോ കരയുന്നത്? എവിടെയെങ്കിലും കരയരുത്, എല്ലാവരുടെയും മുമ്പിലും കരയരുത്, ആരോടും എല്ലാം വിളിച്ചു പറയണ്ട. ദൈവസന്നിധിയിൽ നിങ്ങൾ വിലപിക്കുക. ദൈവസന്നിധിയിൽ വിലപിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ കരയുക, പ്രാർത്ഥിക്കുക എന്നാണ് അർത്ഥം. ദൈവസന്നിധിയിൽ നിങ്ങളുടെ അവസ്ഥ പറയുക, നിങ്ങളുടെ കണ്ണുനീരിനെ ദൈവസന്നിധിയിൽ പൊഴിക്കുക. അത് അത്ഭുതമായി മാറും. അതിലൂടെ ചില അനുഗ്രഹമുള്ള പുഷ്പങ്ങൾ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരും, വിരിയും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ 12-ാമത്തെ ദിവസം നമ്മുടെ ജീവിതത്തെ ദൈവം അത്ഭുതമാക്കി മാറ്റട്ടെ. നിങ്ങളുടെ വിലാപസ്വരം ദൈവം കേൾക്കുന്നു, നിങ്ങളുടെ കണ്ണുനീരിനെ ദൈവം അറിയുന്നു. ആരുടെ മുമ്പിലും കരഞ്ഞിട്ടില്ലാത്ത ആൾക്കാരൊക്കെ എൻ്റെ മുമ്പിൽ ഉണ്ടാകാം. നിങ്ങൾ ഒരിക്കലും ആരുടെയും മുമ്പിൽ കരയാൻ പോലും ആഗ്രഹിക്കുന്നുണ്ടാവില്ലെങ്കിലും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ 1000 വട്ടം കരയുന്നുണ്ടാകും. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സ് കലങ്ങി മറിഞ്ഞ ഒരവസ്ഥയായിരിക്കാം, ആകെ തകിടം മറിഞ്ഞൊരവസ്ഥയായിരിക്കാം. പുറമേ നോക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളുടെയും നടുവിലാണ് താങ്കളെന്ന് 1000 ആൾക്കാരും ചിന്തിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥ ആരും കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങളുടെ വിലാപസ്വരം ദൈവം കേൾക്കും. നിങ്ങളുടെ കണ്ണുനീരിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ദൈവസന്നിധി നിങ്ങൾ പ്രാർത്ഥിക്കുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ചെതറി നിന്നിട്ടല്ല. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഒരുപാട് ആളുകൾ ഇതാ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നവർ മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥന കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഒരു നിമിഷം നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഒന്ന് കണ്ണുകളെ അടച്ച് തുടർന്നുള്ള ആരാധനയിലേക്കൊന്ന് പ്രാർത്ഥനയോടെ പ്രവേശിക്കാൻ ഒരുങ്ങാം. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. യെശയ്യാ 30-ാം അധ്യായം 19-ാമത്തെ വാക്യം, ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, നീ ഇനിമേൽ കരയത്തില്ല, നിന്റെ കരച്ചിലൊക്കെ മാറും, നിന്റെ വിലാപസ്വരം ദൈവം കേട്ട് കരുണ കാണിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ ദൈവം അതിശയകരമായ രീതിയിൽ വളർത്തട്ടെ. വേദനിച്ച അല്ലെങ്കിൽ മുറിവേറ്റ മൃഗത്തിന് 4 ഇരട്ടി ശക്തിയാണെങ്കിൽ മുറിവേറ്റ മനസ്സോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ 1000 ഇരട്ടി ശക്തിയാണെന്ന് ഒരു വിശ്വാസി അറിഞ്ഞിരിക്കട്ടെ. നിങ്ങളുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ അത്ഭുതം ചെയ്യാൻ കഴിവുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ആരാധനയിൽ നിങ്ങളുടെ സങ്കടമുള്ള വിഷമങ്ങളുള്ള എല്ലാ നിയോഗങ്ങളും ചേർത്ത് വെച്ച് ഒരു മനസ്സോടെ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾ എഴുതി സമർപ്പിക്കുന്ന നിയോഗങ്ങൾ മറക്കരുത്. ഇത് 12-ാമത്തെ ദിവസമാണ്. ഈ 12-ാമത്തെ ദിവസം 11-ാമത്തെ ദിവസത്തേക്കാൾ ഒരു പടി കൂടെ അനുഗ്രഹവും അനുഭവവും ഉണ്ടാകുന്ന ദിവസമാകും. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു.